എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുതിരയുടെ മുഖമുള്ള ഒരു ദേവത ജനിച്ചത്? പണ്ടുകാലത്ത് ഒരു അസുരൻ, കുതിരത്തലയുള്ള ഒരു അസുരൻ ജനിച്ചു. സരസ്വതി നദിയുടെ തീരത്ത് തീവ്രമായിരിക്കുന്ന തപസ് ചെയ്തു. ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ദേവന്മാരാൽ വധിക്കപ്പെടാൻ പാടില്ല, എനിക്ക് മരണമുണ്ടാവാൻ പാടില്ല. ഇതാണ് ഈ അസുരൻ ആവശ്യപ്പെട്ടത്. ഇതിന് ഇങ്ങനെ ഒരു വരം തരാൻ നിർവാഹമില്ല എന്ന് ദേവി പറഞ്ഞപ്പോൾ അസുരൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയുള്ള ഒരു വ്യക്തി മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ, കുതിരത്തലയുള്ള ഒരു വ്യക്തി മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. അത് ദേവി സമ്മതിച്ചു. അങ്ങനെയുള്ളൊരു വരം കിട്ടിയതിന് ശേഷം അസുരൻ മനുഷ്യരെയും ദേവന്മാരെയും ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഈ അസുരനെ കൊല്ലുവാൻ വേണ്ടി ദേവത കുതിരത്തലയോടുകൂടി ജനിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ലളിത ഉപാഖ്യാനം, ലളിത സഹസ്രനാമം, ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, മഹർഷിമാരുടെ ഒരു സ്വഭാവമാണ് ഏതൊരു കൃതി എഴുതുന്നുവോ, ഗ്രന്ഥം രചിക്കുന്നുവോ, ശ്രീമദ് ഭാഗവതം രചിച്ച സമയത്ത് വിഷ്ണു ഭഗവാനാണ് ഏറ്റവും വലിയ ദേവത. ഈ രൂപത്തിലാണ് അത് എഴുതിയത്. ശിവമഹാപുരാണം എഴുതിയ സമയത്ത് ഏറ്റവും വലിയ ദേവത പരമശിവൻ തന്നെയാണ്. ദേവി ഭാഗവതം എഴുതിയ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠ ദേവത ദേവി തന്നെയാണ്. ഇതാണ് മഹർഷിമാർ എഴുതിയത്. ഇത് തന്നെയാണ് ഗുരുക്കന്മാരും സ്വീകരിച്ച സമ്പ്രദായം. ശിവാനന്ദ ലഹരി എന്ന കൃതി ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ സമയത്ത് പാർവതിയെപ്പറ്റി ഒന്നും തന്നെ അതിൽ പ്രസ്താവിച്ചിട്ടില്ല. സൗന്ദര്യലഹരി എഴുതിയ സമയത്ത് ദേവിക്കാണ് പ്രാധാന്യം കൊടുത്തത്. ശിവൻ സ്പന്ദിക്കാൻ പോലും ശിവന് പറ്റുകയില്ല ദേവി ഇല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദേവതാ സങ്കല്പങ്ങളും ഒന്ന് തന്നെയാണ്. ആ ശ്രീമദ് ഭാഗവത സപ്താഹം, ഭാഗവതം വായിക്കുന്ന സമയത്ത് ഭക്തന് ദേവതയിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ദേവത തന്നെയാണ് എന്നെ രക്ഷിക്കുവാനുള്ളത്, ഇതാണ് ഏറ്റവും വലിയ ദേവത എന്ന ബോധം ഭക്തനുണ്ടാവാൻ വേണ്ടിയാണ് സപ്താഹ ശ്രവണേന ഇവ സർവഥാ മുക്തിദായകം പഠനാത് ശ്രവണാത് സദ്യ വൈകുണ്ഠ ഫലദായകം. നിങ്ങൾ ശ്രീമദ് ഭാഗവതം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് പോകാം, അവിടെ സാക്ഷാൽ ഭഗവാനുമായിട്ട് സന്തോഷിക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് ആ വൈഷ്ണവമായിരിക്കുന്ന ഗ്രന്ഥം പഠിക്കുവാൻ താല്പര്യം വരും. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, ഇതാണ് എഴുതിയിരിക്കുന്നത്. ദേവിയുടെ പുഷ്പാഞ്ജലി ചെയ്യുകയും ശിവന്റെ പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാലും ഇതെല്ലാം ചെന്ന് ചേരുന്നത് കേശവന്റെ കാലിലേക്കാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അപ്പോൾ വൈഷ്ണവർക്ക് ആത്മവിശ്വാസം വരും. ഇനി ദേവി ഭാഗവതം എഴുതിയ വ്യാസമഹർഷി എന്താണ് എഴുതിയത്? അഷ്ടാദശ പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവി ഭാഗവതം നാമ ധർമ്മ കാമാർത്ഥ സിദ്ധിതം. ഏറ്റവും വലിയ ഭാഗവതം ദേവി ഭാഗവതമാണ് എന്നെഴുതി. ആദ്യം പറഞ്ഞു ഏറ്റവും വലുത് ശ്രീമദ് ഭാഗവതമാണ്. ഇനി ആ ദേവീപരമായിട്ടുള്ള വ്രതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, വ്രതാനി യാനി ചാന്യാനി ദാനാനി വിവിധാനി ച നവരാത്രി വ്രതസ്യാസ്യ നൈവതുല്യാനി ഭൂതലേ. നവരാത്രി വ്രതം പോലെ വലിയൊരു വ്രതം ഈ ഭൂലോകത്ത് വേറെ ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ശിവരാത്രി വ്രതം, ഏകാദശി വ്രതത്തിനൊന്നും പ്രാധാന്യമില്ല, ഏറ്റവും വലുത് ദേവിയുടെ ഈ നവരാത്രി വ്രതം തന്നെയാണ് എന്ന് ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്. ശിവപുരാണം എഴുതിയ വ്യാസമഹർഷി, ഈ പുരാണങ്ങളെല്ലാം വ്യാസമഹർഷിയാണ് എഴുതിയത്. ശിവപുരാണം എഴുതിയ സമയത്ത് ശിവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യം എഴുതിയിരിക്കുന്നത് ശിവരാത്രി വ്രതം നാമ സർവ പാപപ്രണാശനം, എല്ലാ പാപത്തെയും നശിപ്പിക്കുന്നതാണ് നാളെ നമ്മൾ ആചരിക്കുന്ന ശിവരാത്രി വ്രതം. സർവപാപപ്രണാശനം, ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പാപകർമ്മങ്ങൾ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി ഒരു വ്രതം മാത്രം ആചരിക്കുന്നു എങ്കിൽ അത് ശിവരാത്രി വ്രതമാണ്. ശിവരാത്രി വ്രതം നാമ സർവപാപപ്രണാശനം. ആചണ്ഡാല മനുഷ്യാണാം ഭുക്തിമുക്തിപ്രദായകം. ചണ്ടാലൻ മുതൽ, ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ നായ്ക്കളുടെ മാംസം ഭക്ഷിക്കുന്നവർ, അതാണ് ചണ്ടാളന്മാരെന്ന് പറയുന്നത്.
ആ ചണ്ടാല മനുഷ്യാണാം ഭുക്തി മുക്തിപ്രദായകം. ആ ചണ്ടാലൻ മുതലുള്ള എല്ലാ മനുഷ്യന്മാർക്കും മുക്തിയും ഭുക്തിയും കൊടുക്കുന്നത് ഈ വ്രതം ആചരിക്കുമ്പോൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. സർവകാമാൻ അവാപ്നോതി ശിവേന സഹമോദതേ. ശിവരാത്രി വ്രതം ആചരിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സാധ്യമാകുന്നു. മരിച്ചതിന് ശേഷം കൈലാസത്തിൽ ശിവനുമായി സന്തോഷിക്കാൻ സാധ്യമാകുന്നു. അപ്പോൾ ശിവരാത്രി വ്രതത്തിന് ശിവഭക്തന്മാർക്ക് ആത്മവിശ്വാസം, ഉറച്ച ഭക്തി ഉണ്ടാകുവാൻ വേണ്ടിയാണ് പറയുന്നത്. എല്ലാ ദേവതമാരും ഒന്ന് തന്നെയാണ്. ഹരിരൂപി മഹാദേവോ ലിംഗരൂപി ജനാർദ്ദനഃ. ഈഷതപി അന്തരം നാസ്തി. ഭേദകൃത് നരകം പ്രചേത്. ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്. ഇതിൽ ഭേദകൽപ്പന ചെയ്യാൻ പാടുള്ളതല്ല. ഹരിരൂപി മഹാദേവ ലിംഗരൂപി ജനാർദ്ദനഃ. ഇനി ഈ മൂന്ന് ദേവതമാരും ഒന്ന് തന്നെ എന്ന് മഹർഷിമാർ പറയുന്നു. യോ വൈ രുദ്ര സവൈ വിഷ്ണു, യോ വൈ വിഷ്ണു സവൈ രുദ്രോ യോ വിഷ്ണു സ പിതാമഹഃ. ഏകമൂർത്തി ത്രയോ ദേവാഹ രുദ്രവിഷ്ണു പിതാമഹഃ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒരു ദേവതയുടെ വ്യത്യസ്ത ഭാവങ്ങൾ തന്നെയാണ്. ദേവി വിഷ്ണു ശിവാദീനാം ഏകത്വം പരികൽപ്പിയത്. എല്ലാ ദേവതമാർക്കും ഏകത്വം പരികൽപ്പിച്ചുകൊണ്ടാണ് ഒരു ഭക്തൻ മുന്നോട്ട് പോകേണ്ടത്. അതിൽ നമുക്ക് ഇഷ്ടദേവതയെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എല്ലാ ദേവതമാരും ഒന്ന് തന്നെ എന്നുള്ള ഒരു ബോധമുണ്ടായിരിക്കണം. അടുത്തത്, ഈ വിജ്ഞാനം മുഴുവനും മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്നത് കഥാരൂപത്തിലാണ്. വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ് മഹർഷി എഴുതി വച്ചിരിക്കുന്നത്. കുതിരത്തലയുള്ള ദേവത, അസുരൻ, മഹർഷി, ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു കുതിരത്തലയുള്ള മനുഷ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യാൻ പോവുക? ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കഥയല്ല. അപ്പോൾ കഥകളുടെ പുറകെ പോകരുത് എന്ന് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 3-ാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ വ്യാസമഹർഷി പറയുന്നുണ്ട്. പരീക്ഷത്ത് രാജാവിൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മർഷിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കഥായിമാസ്തേ കഥിതാമഹീയസാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. അല്ലയോ രാജാവേ, പരീക്ഷത്ത് രാജാവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ അനവധി രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കഥകളൊന്നും പാരമാർത്ഥികമായ കഥകളായിരുന്നില്ല. വചോ വിഭൂതിർ, എൻ്റെ വാഗ്വിലാസം അങ്ങയെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ മുഴുവനും പറഞ്ഞത്. മാത്രമല്ല, അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഇത് പരമാർത്ഥങ്ങളായിരിക്കുന്ന കഥകളായിരുന്നില്ല, അല്ലയോ രാജാവേ. എന്തിനു വേണ്ടിയാണ്? വിജ്ഞാനമുണ്ടാകുവാൻ വേണ്ടിയാണ്. അങ്ങക്ക് വിജ്ഞാനമുണ്ടാകുവാൻ വേണ്ടിയാണ്. വൈരാഗ്യബോധമുണ്ടാകുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തുള്ള സുഖങ്ങളൊന്നും ശാശ്വതമായിരിക്കുന്ന സുഖം അല്ല രാജാവേ. ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ഗീതത്തിൽ നമുക്ക് കാണാം. ജ്ഞാനമുണ്ടാവതിന് എന്തേ മൂലം കൃഷ്ണ. അല്ലയോ ഭഗവാനെ, ജ്ഞാനമുണ്ടാകുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജ്ഞാനമുണ്ടാവത് ഭക്തി കൊണ്ടേ. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഭക്തി, ദേവതയോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാകും. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഭക്തിയുണ്ടാവതിന് എന്തേ മൂലം കൃഷ്ണ. ഭക്തിയുണ്ടാവത് വിരക്തി കൊണ്ടേ. ശക്തി പോയാൽ മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ശക്തി പോയിടുവാൻ എന്തേ മൂലം കൃഷ്ണ. എൻ്റെ ഈ ആസക്തി കളയുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൃഷ്ണ? ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ. നിന്റെ ചിത്തത്തിൽ ശുദ്ധിയുണ്ടെങ്കിൽ നിന്റെ ആസക്തി പോകുന്നു. ചിത്തശുദ്ധിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യുവോ കൃഷ്ണ? നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യുവോ. നല്ല വഴിക്ക് ശ്രദ്ധ ചെയ്തു കഴിഞ്ഞാൽ ചിത്തം ശുദ്ധീകരിക്കാൻ പറ്റും. ശ്രദ്ധയുണ്ടാവതിനെന്തേ മൂലം കൃഷ്ണ. ഈ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുണ്യകഥകളെ കേട്ടുകൊള്ളുക. പുണ്യകഥകൾ കേൾക്കുന്ന സമയത്താണ് നമ്മളുടെ ചിത്തശുദ്ധി വരുന്നത്. സത്കഥ കേൾക്കുവാനെന്തേ മൂലം കൃഷ്ണ. ഈ നല്ല കഥകൾ കേൾക്കുവാൻ എങ്ങനെയാണ്? അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, സജ്ജന സംഗതി ചെയ്തു കൊള്ളുക. സജ്ജനങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുക. സജ്ജനങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഇത് കേട്ട് കഴിയുന്ന സമയത്ത് ക്രമേണ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് വിജ്ഞാനം ഉണ്ടാകുവാൻ
നിങ്ങൾക്ക് പറ്റും. ഇത് തന്നെയാണ് വ്യാസമഹർഷി കഥായി മാസ്തേ കഥിതാമഹീയസാം എന്ന ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നത്.